എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഉമ്മയില്ലാത്ത ഒരവസ്ഥയെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഉമ്മാന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളവർ. നോക്കൂ, മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഖർന് എന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോവാതിരുന്നത് അവിടത്തേക്ക് പ്രായമായ ഒരു ഉമ്മയുണ്ടാവുകയും അവർക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ദുആ ചെയ്യിപ്പിച്ചോളൂ, ഉമ്മാന്റെ പൊരുത്തം കിട്ടിയ മോനാണ്, ദുആഇന് ഇജാബത്തുണ്ടാകുമെന്ന്. നോക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പൊരുത്തമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഉമ്മയുടെ പൊരുത്തമാണ്. ഉമ്മയുടെ മുഖത്തേക്ക് കരുണയോടെ നോക്കൽ കൊണ്ട് ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയുസ് വർദ്ധിക്കാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, മക്കൾ നന്നാവാൻ, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്. സ്വന്തം മാതാവിന്റെ മരണം വരെ ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഉണർത്തട്ടെ, മറ്റെല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷയും അള്ളാഹു ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. പക്ഷേ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ, അവരുടെ മനസ്സൊന്ന് വേദനിപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് തന്നെ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാവണം നമുക്ക്. ഉമ്മയും ഉപ്പയുമുള്ള കാലത്ത് അവരെ ചിരിപ്പിക്കാൻ കഴിയണം. അവരിലൂടെ സ്വർഗം നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.